പ്രിയപ്പെട്ട വളർത്തുനായ കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ മരിച്ചപ്പോൾ രത്തൻ ടാറ്റ മനസ്സിൽ ഉറപ്പിച്ച ഒരു കാര്യമുണ്ട്. വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ലോകോത്തര വെറ്റിനറി ആശുപത്രി സ്ഥാപിക്കുമെന്ന്. ടാറ്റയുടെ ആ സ്വപ്നം സഫലമായിരിക്കുകയാണ്. മുംബൈയിലെ കണ്ണായ സ്ഥലത്ത് ഉയർന്ന ആശുപത്രിയിൽ 24 മണിക്കൂറും അത്യാധുനിക ചികിത്സ ലഭിക്കും. അക്ഷയ ബിജുവാണ് നമ്മുടെ കൂടെയുള്ളത്. അക്ഷയ, ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും സ്വന്തം വളർത്തുമൃഗത്തെ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്രത്തോളം വലിയ ദൗത്യത്തിലേക്ക് രത്തൻ ടാറ്റ എത്തിയതും. ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ടത്, ഇപ്പോൾ രത്തൻ ടാറ്റ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശുപത്രി ഉയർന്നത് എന്നുള്ള വാദം പലരിൽ നിന്നും ഉണ്ടാകും. പക്ഷെ അങ്ങനെയല്ല, ഇത് എല്ലായിടത്തേക്കും വ്യാപിക്കേണ്ട, ഏതെല്ലാം സ്ഥലത്തുള്ള ഭരണ സംവിധാനമൊക്കെ ആയാലും ആ രീതിയിൽ മൃഗങ്ങൾക്ക് കൂടിയുള്ള ചികിത്സ അത് കൃത്യമായ രീതിയിൽ എത്തിക്കുവാനുള്ള കൃത്യമായ സംവിധാനങ്ങൾ എല്ലാ പ്രദേശത്തും ഒരുക്കുക തന്നെ വേണം എന്നുള്ളൊരു കാര്യം കൂടി ഈ വാർത്തയിൽ നിന്നും മുന്നിലേക്ക് വെക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവം? തീർച്ചയായിട്ടും ഒരു വളർത്തുമൃഗം എന്ന് പറയുന്നത് വീട്ടിലെ ഒരു അംഗത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തനല്ല. രത്തൻ ടാറ്റയുടെ വാക്കുകളാണിത്. ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വളർത്തുമൃഗങ്ങളോടുള്ള സ്നേഹവും പൊതുവിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ കരുണയും അനുകമ്പയും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള രത്തൻ ടാറ്റ. അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തികളും മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിന് അദ്ദേഹത്തിന് പ്രചോദനമായത് അദ്ദേഹത്തിൻ്റെ ഒരു നായ സന്ധിവേദന വന്ന് വീഴുകയായിരുന്നു. ആ സമയത്ത് ഇന്ത്യയിൽ ഒരു ആശുപത്രിയിലും ഇതിന് വിദഗ്ധ ചികിത്സ ലഭിക്കുന്നില്ല. പിന്നീട് അദ്ദേഹം അമേരിക്കയിലെ മിനസോട്ട യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെത്തിയാണ് ഈ ഒരു നായയ്ക്ക് ചികിത്സ നൽകിയത്. പക്ഷേ ചികിത്സ കിട്ടാൻ വൈകിയത് കൊണ്ട് ഈ നായയ്ക്ക് പൂർണ്ണമായിട്ടും സുഖപ്പെടുന്നില്ല. പിന്നീട് ആ നായ മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഈ സമയത്താണ് അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആശുപത്രികളില്ല. മൃഗാശുപത്രികൾ ധാരാളമുണ്ട്, പക്ഷേ ഇത്തരത്തിൽ സ്പെഷ്യലൈസേഷനുള്ള ആശുപത്രികൾ ഇല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ആശുപത്രി തുടങ്ങണമെന്ന് തോന്നിയത്. കോവിഡും മറ്റു പ്രതിസന്ധികളും ഒക്കെ കാരണം ഒരുപാട് കാലം ഇതിങ്ങനെ നീണ്ടുപോയി. പിന്നീടാണ് ഇതിൻ്റെ ആശുപത്രി നിർമ്മാണമൊക്കെ പൂർത്തിയാക്കുന്നതും. ഈ മാർച്ച് ആദ്യത്തോടു കൂടി തന്നെ ഈ ഒരു ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. ഈ ഒരു ആശുപത്രിയിലേക്ക് എത്തുന്നത് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് വെറ്റിനറി ഡോക്ടറായിട്ടുള്ള തോമസ് ഹെദോട്ടാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വിദഗ്ധ സംഘവും ചികിത്സ നൽകാൻ വേണ്ടി എത്തുന്നുണ്ട്. വളർത്തുമൃഗങ്ങൾക്ക് പുറമെ മുയൽ, പൂച്ച, മറ്റ് ചെറിയ മൃഗങ്ങൾക്കും എല്ലാം ഈ ഒരു ആശുപത്രിയിൽ ചികിത്സ ലഭ്യമാക്കുന്നുണ്ട്. 2 ഏക്കറിലധികം സ്ഥലത്ത് 165 കോടിയുടെ ഒരു വലിയ പദ്ധതിയാണ് അദ്ദേഹം ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ അനുഭവിക്കുമ്പോൾ ആ സങ്കടങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാവരുത് എന്ന് കരുതി ഇടപെടലുകൾ നടത്തുന്ന ഒരാളാണ് രത്തൻ ടാറ്റ. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ക്യാൻസർ ബാധിച്ചാണ് മരിക്കുന്നത്. ആ സമയത്താണ് അദ്ദേഹം ഇന്ത്യയിൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാനും ചികിത്സിക്കാനും ഒക്കെ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ കുറവാണെന്ന് മനസ്സിലാക്കി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സഹായങ്ങൾ ഒരുപാട് നൽകുന്നതും ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നതും അദ്ദേഹം ഒരുപാട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെയ്തതും തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചേർത്ത് വെക്കണം, മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന, നമ്മുടെ വീട്ടിലെ മൃഗങ്ങളെ ആയാലും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെയുണ്ട്. അപ്പോൾ പലപ്പോഴും പലരും ഇങ്ങനെ ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലായിടങ്ങളിലേക്കും ഇങ്ങനെയൊക്കെ ഉയർന്നു വരണം അല്ലേ? അതിന് രത്തൻ ടാറ്റ എല്ലാം മനസ്സ് വെക്കേണ്ടത് നമ്മുടെ എല്ലാം ഭരണ സംവിധാനവും അതുമായി ബന്ധപ്പെട്ട മറ്റു സംവിധാനങ്ങളും എല്ലാമാണ്.